ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. നല്ല മസാല പുരട്ടി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന ഈ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കഴുകി വൃത്തിയാക്കി 2 കരിമീൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ചക്കെല്ലാം വെളിച്ചെണ്ണ. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. 2 സൈഡും പിന്നെ മീനുള്ളിലേക്കൊക്കെ നന്നായി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലായിടും മസാല പിടിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നല്ലപോലെ മസാല 2 മീനിലും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്കിനി മീനിനെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി മസാലയൊക്കെ പുരണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വശം നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശം തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്കൊന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാമേ. ഓക്കെ, ഒരു വശം ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തിരിച്ചിടാം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. നമ്മൾ ഇലയിൽ വെക്കുന്നതല്ലേ, ഇലയിൽ വെച്ച് ഇനി പൊള്ളിച്ചെടുക്കണം. അപ്പം കുറച്ച് മൂത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ആകണ്ട. അപ്പോൾ ദേ ഇവിടെ 2 സൈഡും മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമ്മൾ മീനെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ക്ലൈമറ്റിന് പറ്റിയതാണ്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ മസാല അതിനകത്തുണ്ട്, നമ്മൾ മീൻ വറുത്ത മസാല. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എല്ലാ കറികൾക്കും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. അപ്പം ഇനി ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്തേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യാം. ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതും ഒന്ന് പച്ചമുളക് മാറുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുരുമുളക് പൊടി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഞാൻ ഇവിടെ തക്കാളി ഒരെണ്ണം ചോപ്പ് ചെയ്തതാണേ, അതിനെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയാണ്. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് തക്കാളി. ഇനി അടുത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നല്ലൊരു ഗ്രേവി കിട്ടും. തേങ്ങാപ്പാലും ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക്
ഇല വാട്ടാൻ വയ്ക്കാം. ഞാൻ അപ്പുറത്തെ സൈഡിൽ തന്നെ ഇല വാട്ടാൻ വെച്ചിട്ടുണ്ട്. നന്നായി വാട്ടിയെടുത്ത ഇലയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മസാല നിരത്തി കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു കരിമീൻ എടുത്ത് വയ്ക്കാം. കരിമീൻ്റെ പുറത്തേക്ക് കുറച്ച് മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കരിമീൻ മസാല റെഡിയായി. നമ്മളിതിനെ വാഴയിലയിൽ കെട്ടി വയ്ക്കാൻ പോവുകയാണേ. ഞാനിവിടെ വാഴയുടെ നാരാണ് എടുത്തിരിക്കുന്നത് ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ 2 കരിമീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതേ പാൻ തന്നെ വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. 2 മീനിനെയും നമ്മൾ പാനിൽ വെച്ചു. ഇനി അടച്ച് വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് ചെറിയ തീയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡിയാകും. അപ്പോൾ എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കത്തില്ലേ? പുറത്ത് നല്ല മഴയാണ്. എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ മഴയൊക്കെ കണ്ട് ഇത് കഴിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കട്ടെ. നല്ല ക്ലൈമറ്റ് അല്ലേ പുറത്തിരിക്കാനായിട്ട്. അപ്പം ഇതേ നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ. കണ്ടോ, നന്നായി വെന്തു, മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്.